ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കർണാടകയിലെ BJP MLA ഭരത് ഷെട്ടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അക്രമ ആഹ്വാനമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു എന്നാരോപിച്ചാണ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിനുള്ളിൽ പൂട്ടിയിട്ട് തല്ലണമെന്ന് ഭരത് ഷെട്ടി പറയുന്നത്. പാർലമെന്റിൽ നന്ദി പ്രമേയത്തിനുള്ള രാഹുലിന്റെ മറുപടി പ്രസംഗമാണ് ഭരത് ഷെട്ടിയെ ചൊടിപ്പിച്ചത്. ഹിന്ദു ദൈവമായ ശിവന്റെ ചിത്രമാണ് രാഹുൽ ഗാന്ധി കയ്യിൽ പിടിച്ചത്. ശിവൻ തൻ്റെ മൂന്നാം കണ്ണ് തുറന്നാൽ ചാരമായി മാറുമെന്ന് രാഹുൽ എന്ന ഭ്രാന്തൻ അറിയില്ല. ഹിന്ദു വിരുദ്ധ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തു പറഞ്ഞാലും ഹിന്ദുക്കൾ നിശബ്ദമായി കേൾക്കുമെന്നാണ് രാഹുൽ കരുതിയിരിക്കുന്നത്. അദ്ദേഹം പാർലമെന്റിൽ കുരച്ചാൽ പ്രാദേശിക നേതാക്കൾ ഇവിടെ വാലാട്ടാൻ തുടങ്ങും. ഇങ്ങനെയായിരുന്നു ഷെട്ടിയുടെ വാക്കുകൾ. അതേസമയം ഭരത് ഷെട്ടിയെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ രാംനാഥ് റായ് രംഗത്തു വന്നു. ഭരത് ഷെട്ടിക്ക് ധൈര്യവും ശക്തിയുമുണ്ടെങ്കിൽ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മേലെങ്കിലും കൈവച്ച് നോക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി. രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിന് ഭരത് ഷെട്ടിക്കെതിരെ സ്വമേധയാ കേസെടുക്കണമെന്നും രാംനാഥ് റായ് ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ BJP MLAക്കെതിരെ പ്രതിഷേധവും കനക്കുന്നുണ്ട്. മംഗളൂരുവിലെ കോൺഗ്രസ് നേതാക്കൾ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് പരാമർശത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. MLAക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഹിന്ദുക്കളെന്ന് സ്വയം അവകാശപ്പെടുന്ന പലരും തുടർച്ചയായി കള്ളങ്ങൾ പറയുകയും ഹിംസയുടെയും അക്രമത്തിന്റെയും മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം. എന്നാൽ ഈ പരാമർശം വളച്ചൊടിച്ച് എല്ലാ ഹിന്ദുക്കളെയുമാണ് രാഹുൽ കുറ്റപ്പെടുത്തിയത് എന്നാക്കുകയായിരുന്നു BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇത്തരമൊരു ആഖ്യാനത്തിന് മുതിർന്നു. പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധവുമായി ബജ്രംഗ് ദൾ BJP പ്രവർത്തകർ രംഗത്തെത്തി. രാഹുലിന്റെ അഹമ്മദാബാദ് സന്ദർശനത്തിനിടെയാണ് പ്രതിഷേധമുണ്ടായത്. എന്നാൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിന് പിന്തുണയുമായി ജ്യോതിർമഠം ശങ്കരാചാര്യർ രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഹിന്ദുമതത്തിന് എതിരായി ഒന്നുമില്ലെന്നും പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് അവതരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണാജനകവും അധാർമികവുമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം.